ഹലോ ഗൈസ്, ഇപ്പോൾ സമയം വൈകിട്ട് ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് കോവക്കായൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിലെ പേരയ്ക്ക മരത്തിലും മാവുമ്മയൊക്കെയാണ് കേട്ടോ ഈ കോവക്കായ പടർന്നു പോയേക്കണത്. പിന്നെ കോവക്കായ പൊട്ടിക്കുന്ന ആൾ നമ്മുടെ അമ്മയാണ്. അപ്പോൾ അത് ഏണിയും അതേപോലെ തന്നെ തോട്ടിയൊക്കെ വെച്ച് സെറ്റാക്കി കോവക്കായൊക്കെ അതേ പൊട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലാർക്കും ഈ കോവക്ക കറിയോട് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്താണ് കേട്ടോ എനിക്ക് ഈ കോവക്ക കറിയോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയത്. അങ്ങനെ ഇഷ്ടം തോന്നാൻ ഒരു പ്രത്യേക കാരണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സനിത. അപ്പോൾ അവളുടെ അമ്മ കോവയ്ക്ക നല്ല ടേസ്റ്റായിട്ട് കറി വെച്ച് തരും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഒക്കെ അമ്മമാർ വെക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കാം അവളുടെ അമ്മയും കറി വെക്കുന്നത്. പക്ഷേ സംതിങ് സ്പെഷ്യൽ എന്ന് പറയില്ലേ, അങ്ങനെ ഒരു കൈപ്പുണ്യം അവളുടെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലാസ്സിൽ ഞങ്ങളൊരു 5 പേര് കൂടിയിട്ടുള്ള ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുക. അപ്പോൾ നമ്മളുടെ കറികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുക. പിന്നെ തൊട്ട് അവൾ കോവയ്ക്ക കറി ക്ലാസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് സെപ്പറേറ്റ് ഒരു പാത്രത്തിലാക്കിയിട്ട് കറി കൊണ്ടുവരാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഗ്യാങ്ങിനുള്ളത് വേറെ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ എനിക്ക് കോവയ്ക്ക കറി ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം. അങ്ങനെ ദേ നമ്മുടെ വീട്ടിലത്തെ കോവക്കായൊക്കെ അതേ പൊട്ടിച്ച് കഴിഞ്ഞു. നന്ദുട്ടൻ്റെ സൈക്കിളിൻ്റെ ബാക്കിലത്തെ കൊട്ടയിലാണ് കേട്ടോ നമ്മൾ കോവക്കായ കിട്ടിയതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളുടെ ഈ പ്രാവശ്യത്തെ കോവയ്ക്കയുടെ വിളവെടുപ്പ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.